സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ. നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ഹാർട്ട് ഓഫ് ഹെവനിൽ നമ്മൾ നമ്മുടെ മജീഷ്യൻ സാമ്രാജ് സാറിൻ്റെ വിശേഷങ്ങളും മാജിക്കുകളും ആയിട്ട് വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ഈ ആഴ്ചയും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ തുടരുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഒത്തിരി സ്നേഹത്തോടു കൂടി ഹാർട്ട് ഓഫ് ഹെവനിലേക്ക്. നമസ്കാരം സർ. മാജിക് വളരെ പ്രൊഫഷണലായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളൊരു കുട്ടി, ഇപ്പോൾ സാറിൻ്റെ പോലെ ചെറുപ്പത്തിലെ ആഗ്രഹമുള്ളൊരു കുട്ടിയാണെങ്കിൽ അവൻ്റെ സാധ്യതകൾ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക്? ആർക്കും മാജിക് പഠിക്കാൻ പറ്റും, പക്ഷേ പഠിച്ചതിന് ശേഷം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ചോദ്യം. ഇന്ന് അതായത് പാട്ട്, എത്രയോ പേര് സംഗീത പാട്ട് പഠിക്കുന്ന എത്ര പേര് യേശുദാസാകുന്നുണ്ട്, ശരിയല്ലേ? എത്ര പേര് അറിയപ്പെടുന്ന ഗായകരാകുന്നുണ്ട്. ഇവിടാണ് ആ വ്യത്യാസം. പഠിച്ചതുകൊണ്ടാവത്തില്ല, പെർഫോം ചെയ്യാനുള്ള കഴിവ് ദൈവം തരണം. ഇൻബോൺ ടാലന്റ്, ദൈവദത്തമായ കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ദൈവം വിളിക്കണം, വിളിച്ചു വേർതിരിക്കണം. ഒരാളുടെ ഹാർഡ് വർക്ക് ത്രൂ നമുക്ക് അത് സ്വായത്താക്കാൻ പറ്റും. ദൈവം കൂടെ ഉണ്ടാവണം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഈ ഒരു മാജിക് പഠിക്കാൻ എന്തൊക്കെ ക്രൈറ്റീരിയാസ് നമ്മൾ കടക്കേണ്ടി വരും? പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ദൈവദത്തമായ കഴിവാണ്. ആ കഴിവ് നമുക്ക് വേണം, ടാലന്റ് വേണം. ഓക്കെ. നമ്പർ 2, ക്ഷമ മസ്റ്റാണ്. നല്ലൊരു ഗുരുനാഥം വേണം, പിന്നെ അവസരം വേണം. ഇതെല്ലാം ഉണ്ടായാൽ മാത്രം പോരാ, ഭാഗ്യം വേണം. ഇതെല്ലാം ഉള്ളവരുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്. കഴിവുള്ളവരുണ്ട്, നല്ല ഗുരുവിനെ കിട്ടിയിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്, എല്ലാം അവർക്ക് അവസരവും കിട്ടുന്നുണ്ട്. പക്ഷെ അവർക്ക് ശോഭിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? തീർച്ചയായും സർ, ഞാൻ നേരത്തെ ചോദിച്ചു, അതായത് ഇതൊരു കൂടോത്രമാണോ, പിശാചിന്റെ ഒരു തന്ത്രമാണോ, മായാജാലമാണോ? അത് സത്യത്തിൽ ഇപ്പോഴും ആ ഒരു സംശയം പലർക്കും നിലനിൽക്കുന്നുണ്ട്. കാരണം ആരുടെയും കുഴപ്പമില്ല അത്. കാരണം ഈ മാജിക് എന്ന് പറയുന്നത്, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയണ്ട അതിൻ്റെ രഹസ്യം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അതൊരു മജീഷ്യൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റിയാണത്. ഈ ടാലൻ്റൊക്കെ വേണം, അതുകൂടാതെ മാജിക്കിൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് ഒരാൾക്ക് ആവശ്യമാണ്. അല്ലാതെ നമ്മൾ പഠിച്ചിട്ട് ഉടനെ തന്നെ അതെ ഇപ്പം ഞാൻ ഈ ഒരു ഐറ്റം കാണിച്ചു, ഇപ്പോഴത്തെ ഐറ്റം കാണിച്ചു, ഉടനെ തന്നെ രാജു എന്നോട് ചോദിക്കുകയാണ്, അതെന്ന് എന്നാ ഞാൻ പഠിപ്പിച്ചു തരാം. അത് എപ്പോൾ നിങ്ങൾ അറിയാതിരിക്കുന്നോ, രഹസ്യങ്ങൾ അറിയാതിരിക്കുന്നോ, അപ്പോൾ അതുവരെ അതിശയമുണ്ട്. ഇതിന്റെ രഹസ്യം എപ്പോൾ നിങ്ങൾ അറിയുന്നു, അതിന്റെ മിസ്റ്ററി ഇല്ലാതാകുന്നു. അയ്യോ, ഇതായിരുന്നു ഇത്രേ ഉള്ളായിരുന്നു ആ ചോദ്യം. പക്ഷെ സാറ്, അത് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. ഇത് പിശാചിന്റെ സേവകരാണ് ഇത് ചെയ്യുന്നത്, കൂടോത്രമാണ്, മന്ത്രവാദമാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞിട്ട് അല്ല. ഇപ്പം ഈവൻ അപ്പിറ്റ്സ്, അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇതുണ്ട്. ഞാൻ 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഗൾഫിൽ നിന്ന് ഇവിടെ വന്ന് ഇത് ആരംഭിക്കുന്നത്, പ്രൊഫഷനാകുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ വാതിക്കൽ തന്നെ ഒരു ബോർഡ് വെച്ചിരുന്നു, റോഡിൽ തന്നെ മിറാക്കുള എന്ന് പറഞ്ഞ വലിയൊരു വല്ലാത്തൊരു പിശാച് ഇങ്ങനെ വാ തുറന്നിരിക്കുന്ന ഒരു പടമൊക്കെ വെച്ച്, അന്ന് എനിക്ക് എൻ്റെ ബുദ്ധിയിൽ അതാ തോന്നിയത്, മിറാക്കുളായി. എൻ്റെ ഒരു ഹൊറർ ടച്ചുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്കൊരു വിളി വന്നു പെട്ടെന്ന്, ഒരു പെന്തക്കോസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചർച്ചയിൽ നിന്നാണ് വന്നത്. എൻ്റെ സുഹൃത്തൂടാണത്. അദ്ദേഹം വിളിച്ചു, സാമ്രാജ്, ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഉച്ച കഴിഞ്ഞ് 2-3 മണിയാകുമ്പോൾ ഒന്ന് വരാവോ, TV-യിലേക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇന്ന്
അല്ല വന്നേ പറ്റൂ, ഞങ്ങൾ പ്രിപ്പയർ ആയിപ്പോയി, നേരത്തെ പറയാൻ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വാക്കിനെ മാനിച്ച് ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഒരു 15 പാസ്റ്റർമാര് നേരുന്ന റൗണ്ടിൽ ഇങ്ങനെ കസേര ഇട്ടിരിക്കുവാണ്. അതിന് നടുക്ക് എനിക്കൊരു സീറ്റും തന്നിട്ടുണ്ട്. സ്റ്റുഡിയോയില് വെട്ടിത്തിളങ്ങുന്ന ഈ ലൈറ്റുകളുടെ ഇടയ്ക്ക് മുമ്പ് ഇങ്ങനെ നിൽക്കുക, എല്ലാവർക്കും മൈക്രോഫോണൊക്കെ ദേ ആർ വെൽ പ്രിപ്പയർഡ് ആണെന്നുള്ളത്. എന്തിനാ എന്നെ കുരുക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള, അല്ല പരീക്ഷിക്കല്ല, എന്നെ ചോദ്യങ്ങളിലൂടെ എന്നെ ഞാൻ അന്നിങ്ങനെ വളർന്നു വരുന്ന ഒരു സ്റ്റൈലിലേക്ക് ഇരിക്കൂ നമുക്ക് ചോദ്യങ്ങൾ ആരംഭിക്കാം. എല്ലാവരുടെ കയ്യിലും ഓരോ ബൈബിളുണ്ട്. ബൈബിൾ തുറന്നിങ്ങനെ വെച്ചിട്ട് അപ്പോൾ യേശുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നില്ല, നിന്നെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പിശാച് എന്ന് പറഞ്ഞ് ഏതാണ്ടൊക്കെ അങ്ങ് വായിക്കുവാണ്, ഞാൻ ഓർക്കുന്നില്ല. ഒരു പാസ്റ്റർ ഇത് വായിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നിട്ട് അതിന് എന്തു പറയുന്നു സാമ്രാജ് എന്നോട് ചോദിച്ചു. ഈ കണ്ടില്ലേ, ഒരിക്കലും ഇത് പാടില്ല, പിശാചിന്റെ പ്രവർത്തനം പാടില്ല, അതാ പറഞ്ഞോണ്ട് വരുന്നത്. ഇത് അങ്ങ് കാണിക്കുന്ന പിശാചിന്റെ പ്രവർത്തനം ഇതെല്ലാം ഒരുപോലെ വിശ്വസിക്കുന്നു. എന്നെ വിളിച്ച് ഈ പാസ്റ്റർക്ക് അദ്ദേഹത്തിന് അറിയാം, എന്നോട് ഇച്ചിരി ബന്ധമുള്ളതുകൊണ്ട് അറിയാം ഞാൻ ഈ കാണിക്കുന്നതൊന്നും അല്ല എന്നുള്ളത്. ഇവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്, ഓർക്കോ ഇത്രയും പഠിപ്പുള്ള ആൾക്കാരാണ്, എല്ലാം വിശ്വസിക്കുന്നത് ഞാൻ കാണിക്കുന്ന എല്ലാം പിശാചിന്റെ പ്രവർത്തനമാണ്. അപ്പൊ എന്നെ ഇതിൽ ചാനലിൽ കൂടെ കുരുക്കാൻ 4 ക്യാമറ വെച്ചിട്ടുണ്ട്, ക്ലോസ് വൈഡ് എല്ലാം ഉണ്ട്. അതിനെപ്പറ്റി സാമ്രാജ്യം എന്ത് പറയുന്നു, പറയൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് പാസ്റ്റർമാർ ചെയ്യേണ്ട ഈ ബൈബിള് മടക്കി അങ്ങ് വെക്കുക. കാരണം അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ ഇന്നും അവകാശപ്പെട്ടിട്ടില്ല, ഇത് പക്ഷെ അതിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അതെല്ലാം മടക്കി വെക്കുക. ദയവ് ചെയ്ത് അതുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട. ഞാൻ ഈ കാണിക്കുന്നത് തീർത്തും സയൻസ് ആവാം, നിങ്ങളുടെ ശ്രദ്ധ മാറ്റലാകാം, അല്ലെങ്കിൽ സ്പീഡാകാം, കുറച്ച് ഹിപ്നോട്ടിസം ആകാം, ഇതൊക്കെ തന്നെ, അല്ലാതെ ഒന്നുമില്ല. ഇതിൽ എന്തുവാ അതിന് പറയാ, ഈ ദിവ്യാത്ഭുതങ്ങളോ പരിപാടികളോ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഇത് പഠിച്ച പാസ്റ്റർമാർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും, ഒന്നും ചെയ്യാൻ കഴിയും, ദൈവത്തിന് മാത്രമേ അത് പറ്റുള്ളൂ. ഞങ്ങൾ ചെയ്യുന്നത് ചില ഈ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. പഠിപ്പിക്കണോ? പഠിപ്പിക്കും. വേണ്ട. അപ്പോൾ ഞാൻ പറയും ഇതേ ഉള്ളൂ. എന്നിട്ട് 2-3 ഐറ്റം ഒക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ ഫ്രണ്ട്ലി ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞ് അവർക്ക് അതെല്ലാം മനസ്സിലാക്കി കൊടുത്തു, ക്ലിയറാക്കി. അങ്ങേക്ക് അട്ടപ്പാടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, അവിടെ മഴ പെയ്ച്ചെന്നോ ഒക്കെ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അല്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടതാണ്. സത്യത്തിൽ അത് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ മാജിക്കിൽ ലോകത്ത് നടക്കുന്നത്. തട്ടിപ്പും വെട്ടിപ്പും എന്ന് പറയുന്ന സംഭവമാണ്. ഞാൻ നടത്തിയെന്നല്ല പറയുന്നത്, ഇറ്റ്സ് ഹാപ്പൻ ടു ബി. അങ്ങനെ ഒരു കോയിൻസിഡൻസ് ഒക്കെ പറയുന്ന ഒരു സംഭവമാണ്. അതിപ്പം പലരും പറയുന്നുണ്ട്, അല്ല അത് പോട്ടെ. അപ്പം ഞാൻ അവിടെ അഗളി എന്ന് പറയുന്ന സ്ഥലത്ത്, അട്ടപ്പാടിക്ക് അഗളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് എൻ്റെ ടീമങ്ങളെല്ലാം നേരെ പോയി അവിടെ എല്ലാം സെറ്റിംഗ് എല്ലാം നടക്കുന്നതെല്ലാം ഉച്ചയായപ്പോഴേ അവിടെ ചെന്നു. അപ്പം ഞാൻ ഈ യാത്രയുടെ ക്ഷീണമായിട്ട് ഞാൻ പിന്നെ ഇതിനൊന്നും പോകുന്നില്ല, അവനെല്ലാം സെറ്റപ്പ് ഉണ്ടല്ലോ. ഞാൻ അടുത്തൊരു വീട്ടിൽ അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ ഈസ് ചെയറൊക്കെ തന്ന് ഞാനിങ്ങനെ അതിലിങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന അവസരത്തിൽ ഭയങ്കര ചൂടാണ്, മരത്തിൻ്റെ ഉള്ളിൽ റെസ്റ്റ് എടുക്കുന്നത്, ഭയങ്കര ചൂട്. അപ്പം കുറേ ആൾക്കാർ അവിടുത്തെ ആദിവാസികളാണ്. അവർ വന്ന് ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പം ഇവരെല്ലാം ഇങ്ങനെ നിൽക്കുക. ഞാൻ പേടിച്ചു, ഇതെന്താ ഇവരിങ്ങനെ. അവർ പറയുന്ന ഇതാണ്, സാമ്രാജ് സാർ അല്ലയോ, സാമ്രാജ് സാറിന് ഒത്തിരി കഴിവുകളുണ്ടോ എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ഞാൻ പറയും എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ കഴിഞ്ഞ 4 വർഷമായിട്ട് മഴ പെയ്യില്ല, കാര്യമായിട്ട് പെയ്തിട്ടില്ല, കൃഷിയെല്ലാം ഞങ്ങൾ ഉണങ്ങി. അപ്പോൾ ഒന്ന് മഴ പെയ്ച്ചു തരണം. ഞാൻ എന്തോ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കെങ്ങനെ ഇതൊന്നും അല്ല, ഞങ്ങൾക്കറിയാം സാറിന് അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള കഴിവുണ്ടെന്ന് പറയുന്നത്. പാട്ടുപാടി മഴ പെയ്ച്ചു മാജിക് ചെയ്തു അല്ലേ? ഇവര് വിശ്വസിക്കുന്നു മാജിക് ഇങ്ങനെ കാണിക്കുന്നു, ഇതെല്ലാം സംഭവിക്കുന്നു. ഒരു പെണ്ണിനെ മുറിച്ച് അവിടെ കൊണ്ടുവെക്കുക, ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതൊക്കെയാണല്ലേ അവരിതെല്ലാം അറിയുന്നു. അവർ അന്ധമായിട്ട് നമ്മളെ വിശ്വസിക്കുന്നു, മാജിക്കിൽ അവർ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള കഴിവില്ല എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല, ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഞാൻ അവരെ
ഒത്തിരി അങ്ങ് കാരണം കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ കൃഷി ശരിയല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഞാനിങ്ങനെ നോക്കിയിട്ട് അതുകൊണ്ട് നല്ലപോലെ കോള് കൊള്ളുന്നില്ല. ഇന്ന് പെയ്യാൻ എല്ലാം എന്നും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരും, പക്ഷെ മഴയായിട്ട് വരുന്നില്ല, അങ്ങ് പോവും. അപ്പം ഞാനൊന്ന് ആലോചിച്ചു എന്താ ചെയ്യുക. ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ, ഒരു കാര്യം ചെയ്യും, നിങ്ങളിന്ന് സന്തോഷപൂർവ്വം പോവുക, സമാധാനമായിട്ട് പോവുക. ഇന്ന് മഴ പെയ്തിരിക്കും, ഓക്കെ, ഓം ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് പോകും. കാരണം അത് കണ്ടാൽ ശരിക്കും എനിക്കറിയാം മഴ പെയ്യുമെന്നുള്ളത്. അവര് പറയുന്നത് എന്നും ഇങ്ങനെയാണെന്നാ പറയുന്നത്. പക്ഷെ ഇവരെല്ലാം സമാധാനത്തോടെ അങ്ങ് പോയി. ഞാൻ എന്നിട്ട് വീണ്ടും അവിടെ കിടന്ന് ഉറങ്ങി. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് മഴ, എൻ്റെ ദേഹത്തെല്ലാം വെള്ളം അങ്ങോട്ട് വീഴാൻ തുടങ്ങി. മഴ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇടിവെട്ടി മഴ അവിടെ പെയ്യുന്നുള്ളതാണ്. ഇടിവെട്ടി മഴ പെയ്ത് സാധാരണ മഴയല്ല, ഈ പെയ്തിട്ട് ആ ഗ്രൗണ്ടിൽ എല്ലാം ഞങ്ങൾ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്ന ഓപ്പൺ പ്രോഗ്രാം ആയിരുന്നു, ഓപ്പൺ എയർ. അവിടെ എല്ലാം വെള്ളം കെട്ടിയിട്ട് ഒരു മുട്ടറ്റം വെള്ളമായി അവിടെ. അതുപോലെ എല്ലാം ഞങ്ങളിട്ടിരുന്ന ആ സെറ്റിങ്സ് കംപ്ലീറ്റ് മഴ നനഞ്ഞു പോയി, എല്ലാം നനഞ്ഞ് കാറ്റും മഴയായിട്ട് അല്ല. അന്ന് ആ പ്രോഗ്രാം നടന്നില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചിട്ട് 2ാമത് സെറ്റിട്ട് ആ പ്രോഗ്രാം വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ ആ പാവങ്ങള് സാറിനെ വിശ്വസിച്ചതിൽ തെറ്റില്ല. അല്ല, അവരിപ്പോഴും വിശ്വസിക്കുന്നു. ഇപ്പൊ എനിക്കൊന്നറിയാം, പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പലരും പറയുന്നത് അവിടുന്ന് ആൾക്കാർ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. എനിക്ക് പവർ ഇല്ലെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നുണ്ട്. സാറ് മഴ പെയ്യിക്കാൻ വരൂന്നല്ലേ ഇപ്പൊ ഞാൻ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അവിടെ പോയാൽ മതി, ഈ ഒരു ആശ്രമമൊക്കെ, ചെറിയൊരു ആശ്രമമൊക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാനുള്ള പൈസ അവിടെ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇങ്ങനെയാണ് ഇവിടെ മനുഷ്യ ദൈവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതുകൂടാതെ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് അങ്ങ് ആദ്യമായിട്ട് കടന്നു വരികയും പനക്കിലച്ചനെ കാണാനും ഒക്കെ സംഭവിച്ചു അല്ലേ? ഇതൊക്കെ അറിയുന്നുണ്ടോ? ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അച്ഛൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ മാജിക്ക്, എന്താണ് ഈ മാജിക്ക് ചോദിച്ചു. അതിന് അങ്ങ് വളരെ വ്യക്തമായ മറുപടി കൊടുത്തു. അതെങ്ങനെയാണ് കൊടുത്തത്? ഇതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഇത്രയും അറിവുള്ള അല്ലെ ലോകപരിചയമുള്ള അച്ഛൻ, ഏറ്റവും ഞാൻ ബഹുമാനത്തോടെ കാണുന്ന ഒരാളാണ്. ഇത്ര ലോകപരിചയമുള്ള ആള്, അറിവുള്ള ആള്, ഇതെല്ലാം. അദ്ദേഹത്തിന് മാജിക്കിനെ പറ്റി ഒന്നും അറിയില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ചോദിച്ചത്. കാരണം അറിയണമെന്നില്ല. കാരണം ഞങ്ങൾ ആരെയും അങ്ങനെ ഇതാർക്കും അറിയാത്തൊരു സംഭവമാണ് മാജിക്. എപ്പോഴും അറിയുന്നു, അതിന്റെ രഹസ്യം തീർന്നു പോയതില്ല. ഒന്ന് മനസ്സിലാക്കുക രാജു, ബൈജി, ഇതൊരു സയൻസാണ്. ലോകത്തിൽ ആർക്കും ഒന്നിനെ ദൈവത്തിനല്ലാതെ ആർക്കും ഒന്നിനെ സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. അതാണ് സയൻസ്. ഞങ്ങൾ സയൻസ് ഉപയോഗിച്ചാണ് കാണിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, എനിക്കറിയാം. അതാണ് മാജിക്. ഞങ്ങളിപ്പോൾ ഒത്തിരി വളരെ സൂക്ഷിച്ച് നോക്കിയിട്ടും ഞങ്ങൾക്കൊന്നും പിടികിട്ടില്ല. ഞങ്ങൾ ഓർത്തു പിടിക്കുമെന്ന്, കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു വലിയ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. വൈജിക്കുണ്ടായിരുന്നോ? അല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. പണ്ട് ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ സാർ പറഞ്ഞ ഒരു സ്കൂളിൽ മാജിക് കാരൻ വന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി കറക്റ്റായിട്ട്. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു ഓരോ ഭാഗം വലത് കൈ നോക്കണം, ഇടത് കൈ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് മജീഷ്യൻ എന്നെ വിളിച്ചു. ആ കുട്ടി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നു. എൻ്റെ ഈ ചെവിയിലൊരു നാണയം ഇട്ടു, ഒരു രൂപ ഇട്ടു, ഈ ചെവിയിൽ നിന്ന് എടുത്തു. അപ്പം ഇവർ പുറത്തിറങ്ങി വന്നപ്പോൾ എന്നോട് ചോദിച്ചത്, എങ്ങനെ നീ അറിയാണ്ട് ഇട്ടോ, ഞങ്ങൾ കാണാണ്ടിട്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ഓർമ്മയില്ല, ഇട്ടതായിട്ട് യാതൊരു ഇതില്ല. ശരിക്കും പറഞ്ഞാൽ അന്ന് മുതലേ എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, ആ ഒരു ഡ്രസ് സ്റ്റൈല് വളരെ എന്താ പറയുക വർണ്ണാഭമായിട്ടുള്ളൊരിതും പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പല രീതികളിലേക്ക് തിരിഞ്ഞു പോകാവുന്ന രീതിയിലുള്ളൊരു ഡ്രസ് കോഡായിരുന്നു ആളുടെ. എൻ്റെ സംശയം അത് തന്നെയാണ്. ഈ ഡ്രസ്സിൽ, വേഷവിധാനത്തിൽ ഈ മാജിക്കുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ? അങ്ങനെയുള്ള മാജിക്കുകൾ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇന്ന് ഞാൻ കാണിച്ചതോ അല്ലെങ്കിൽ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നതായിട്ട് യാതൊന്നുമില്ല. ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല. മനസ്സിലായി സാറേ? മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഞങ്ങൾക്കും ഉണ്ട്, പ്രേക്ഷകർക്കും ഉണ്ട്. സാറ് ക്രിസ്ത്യാനിയാണോ, മറ്റേതെങ്കിലും ഡിനോമിനേഷനാണോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ശരിക്കും ക്രിസ്ത്യാനി തന്നെയാണ്. ഓക്കെ, CSI സഭ അംഗമാണ്. ഓക്കെ. അങ്ങയുടെ വിശ്വാസ ജീവിതം ആത്മീയമായിട്ടുള്ള ഒരു, ഞാൻ തീർച്ചയായിട്ടും എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. കുടുംബ പ്രാർത്ഥന എൻ്റെ വീട്ടിലുണ്ട്. അതുപോലെ ചില വിചാരിക്കും ഈ മാജിക് എന്നൊരു സാത്താൻ്റെ പ്രവർത്തനമാ, പിശാച എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ 10-30 പേരോളം എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയില്ല. ഇതിൽ മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. പക്ഷെ മസ്റ്റാണ്, നിർബന്ധമാണ്. സ്റ്റേജ് ഇതാണെങ്കിൽ സ്റ്റേജിൽ ഞങ്ങൾ പ്രോഗ്രാമിന് മുമ്പ് എല്ലാ സെറ്റിംഗ് നടന്നതിൻ്റെ പ്രോഗ്രാം ആരംഭിക്കാൻ തോന്നുന്നതിന് മുമ്പ്
റൗണ്ടിൽ നിന്നിട്ട് നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ദൈവമേ. കാരണം എൻ്റെ പ്രത്യേകിച്ച് ഈ അപകടം പിടിച്ചൊരു പ്രോഗ്രാമാണ്. റിസ്ക് ഉണ്ട് ഒത്തിരി അല്ലേ? റിസ്കി ഇനങ്ങളാണ് കൂടുതലും ഞാൻ സാമ്രാജ്യം അവതരിപ്പിക്കുന്നതായിട്ട്. അപ്പോൾ ഒരു നിമിഷ നേരം മതി, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്, ഇത് എല്ലാം തീയും വെടിയും എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒരു നിമിഷ നേരം മതി എല്ലാം ചാമ്പലായി പോകാൻ, അപകടം സംഭവിക്കാം, ഇതെല്ലാം സംഭവിക്കും. ദൈവമേ എല്ലാം അപകടമില്ലാതെ നടക്കണം, എല്ലാ കാര്യം ഞങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രാർത്ഥിക്കും എല്ലാവരും. അതിനകത്ത് എല്ലാ പ്രാർത്ഥനയ്ക്ക് ശേഷം അതിന് പ്രോഗ്രാമിന് ശേഷവും ലാസ്റ്റ് കട്ടൻ മ്യൂസിക്കിലൂടെ കട്ടൻ താഴെ വീഴുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്. കാരണം ഇതെല്ലാം ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെയാണ് സാറിന് ഇപ്പോൾ മറക്കാൻ പറ്റാത്ത ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായ എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത ഈ പറഞ്ഞ പോലെ ആക്സിഡന്റ് ഉണ്ടായത് സംഭവം ഒരു നിമിഷം, ഫ്രാക്ചർ സെക്കൻഡ്സ്, എൻ്റെ കുഴപ്പം കൊണ്ടല്ല, അല്ലാതെ ഈ അങ്ങനെ സംഭവിക്കാവുന്ന പല കാര്യങ്ങളും. എവിടെ വെച്ചായിരുന്നു? ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് ഒരു മിലിറ്ററി ക്യാമ്പിൽ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു, മിലിറ്ററി ക്യാമ്പിൽ. അപ്പോൾ അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞാൻ മാത്രം, ഇന്ന് ലോകത്തിൽ ഞാൻ മാത്രം അവതരിപ്പിക്കുന്ന ഒരു ഐറ്റമാണ്. പുതിയൊരു ഐറ്റം ആയിരുന്നു അല്ലേ? എൻ്റെ ആയിട്ടുള്ള അവിടെ ആണല്ലോ നമ്മുടെ മാന്ത്രികർ വിജയിക്കുന്നതാണ്. ഈ ഒരാൾ ചെയ്യുന്ന കാര്യം മറ്റൊരാൾ വീണ്ടും കോപ്പി ചെയ്യുന്നു, ആവർത്തന വിരസത കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ കാണില്ല. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്ന ഐറ്റംസ് നാളെ വീണ്ടും ഇവിടെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ എത്ര കണ്ടോ എന്നുള്ള രീതിയിൽ ഇരിക്കും. കാരണം നമ്മൾ വിജയിക്കണമെങ്കിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ പുതിയ പുതിയ ഐറ്റംസ് കണ്ടുപിടിക്കും. അപ്പോൾ ഇതെൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ബോംബ് ബ്ലാസ്റ്റ് എസ്കേപ്പ്. അത് സംഭവം ഇതാണ്, ഒരു വൈറ്റ് ബോക്സ്, വലിയ നീളമുള്ളൊരു ശവപ്പെട്ടി പോലുള്ള ബോക്സാണ്. ഇതിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു. വളരെ ഹിപ്നോട്ടിസ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ആ പെട്ടിയിലോട്ട് കിടക്കാൻ പറയുന്നു, കിടക്കും. 4 സൈഡ് അടയ്ക്കുന്നു, അടച്ചു. ഒരു ശവപ്പെട്ടി പോലുള്ളൊരു ബോക്സാണ്, അടച്ചു, വൈറ്റ് കളറാണ്. എന്നിട്ട് റെഡി, എല്ലാവരും പ്രതി എല്ലാവരും ഈ പെട്ടിയുടെ മധ്യഭാഗത്തേക്ക് ഞാൻ സാദരം ക്ഷണിക്കുന്നു. നോക്കൂ, റെഡി, 1 2 3 എന്ന് പറയുകയും ഇത് പൊട്ടി അങ്ങ് തെറിക്കും. തെറിച്ച് ഭയങ്കര ശക്തിയിൽ ഇത് പുകയെല്ലാം കൂടെ വന്ന് ആകെ വരും. സാധാരണ ഈ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ഈ പെട്ടി തുറക്കുകയും ചെയ്യുന്നതിനകത്ത് പെട്ടി ബ്ലാസ്റ്റായിട്ട് 4 സൈഡിലേക്ക് മറിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. അവിടെ ഒന്നുമില്ല, പെൺകുട്ടി കാണത്തില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ എല്ലാം സംഭവിക്കണമെന്നില്ല. അന്ന് ഇത് മറിഞ്ഞു വീഴുകയും തെറിച്ചു മാറുകയും ഒരു ഭയങ്കര ഒരു നിലവിളി, ഈ കണക്കുകളിൽ തെറ്റിപ്പോയി. ഈ പെൺകുട്ടിയുടെ ഒരു നിമിഷ നേരം കൊണ്ട് അത് തെറ്റിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ പെൺകുട്ടി ആരും കാണാൻ പറ്റിയില്ല. പക്ഷെ ഭയങ്കര നിലവിളി കേൾക്കാം. പെട്ടെന്ന് നമ്മൾ അപ്രതീക്ഷിതമായി സംഭവിച്ചില്ല. പെട്ടെന്ന് കട്ടനിടാൻ പറഞ്ഞ് കട്ടനിട്ടു, ഫ്രണ്ട് കട്ടനിട്ടു. ഞാൻ നോക്കുമ്പോൾ പെൺകുട്ടി ഒരു സ്ഥലത്ത് ബ്ലഡിൽ കുളിച്ച് കിടക്കുക. മനസ്സിലായോ? കാരണം ഇതിനെ ബോംബ് വെച്ച് തകർക്കുകയാണ് ചെയ്യുന്നത് പെട്ടി. അതിൽ പക്ഷെ ഒരു ചേഞ്ച്, അവിടെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇതിൽ കൂടുള്ള ഒരാളുടെ തെറ്റാണത്. വെക്കേണ്ട സ്ഥാനത്തല്ല ബോംബ് വെച്ചത്. ഇതേ ഉള്ളൂ കാര്യം. അപ്പം അങ്ങനെ പറയാലോ. ഇത് കാരണം നമ്മൾ ഇത് ഇങ്ങനൊന്നും കാണിക്കുമ്പോൾ അത്ഭുതങ്ങളൊന്നും അല്ല ഇത്. ഇതെല്ലാം കണക്കുകൂട്ടലുകളാണ്. മനസ്സിലായി? എല്ലാം കണക്കുകൂട്ടലുകൾ. ഒരു നിമിഷ നേരം മതി എല്ലാം തെറ്റുണ്ട്. സ്പീഡും ഇതിനൊരു ഘടകമാണ്. സ്പീഡ്, അതിൻ്റെ ശ്രദ്ധ മാറ്റില്, ഇതെല്ലാം ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇപ്പം നിങ്ങൾ മുമ്പേ ഈ കറൻസിയുടെ കണ്ടു, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനത് എവിടെയോ മറിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അതാണ് മാജിക് എന്ന് പറയുന്നത്. അതാണ് ബ്യൂട്ടിഫുൾ ഫോം ഓഫ് വിഷ്വൽ ആർട്ട് എന്ന് പറയുന്നത്. മനോഹരമായ ഒരു കലാരൂപമാണ്. അല്ല, ഇതിനെ തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ പിന്നെ ഈ പെട്ടെന്ന് ഞാൻ കട്ടൻ ഇടാൻ പറഞ്ഞു, കട്ടൻ ഇട്ടു. അപ്പം തന്നെ ഞാൻ ചെന്ന് നോക്കും, പെൺകുട്ടി ബ്ലഡിൽ കുളിച്ച് കിടക്കുകയാണ്. അപ്പം തന്നെ ടീമുണ്ട് അവിടെ. അപ്പം തന്നെ വന്നു ജീപ്പിൽ. അപ്പം തന്നെ കൊച്ചിനെ എടുത്ത് ഞാൻ തന്നെ പൊക്കിയെടുത്ത് നേരെ കൊണ്ടുപോയിട്ട് ആ വണ്ടിയെ കിടത്തി. അപ്പം തന്നെ ആൾ കൊണ്ടുപോകാനുണ്ട്. എന്നിട്ട് നേരെ ഞാൻ തിരിച്ചു വന്നിട്ട് കട്ടൻ മാറ്റാൻ പറഞ്ഞു. അങ്ങനെ അടുത്തൊരു ഇനം അവതരിപ്പിക്കുന്നു, ഹോങ്കോങ് മിസ്റ്ററി ഇല്യൂഷൻ എന്ന് പറയുന്നു. അടുത്ത ഹോങ്കോങ് മിസ്റ്ററി അവതരിപ്പിക്കുകയാണ്. ഓർക്കേണ്ടത്, ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ. എനിക്കറിയാം ഈ കുട്ടി മരിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അടുത്ത ഐറ്റത്തിലേക്ക്, അത് മെന്റലിസം എന്ന് പറയുന്ന ഒരു മൈൻഡ് റീഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. കാര്യം ഐറ്റം അവരെല്ലാം വിളിച്ച്, കാരണം അതിൻ്റെ കോൺസെൻട്രേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ, അതായത് അറ്റ് എ ടൈം വി ഹാവ് ടു കോൺസെൻട്രേറ്റ് മിനിമം 4 places. ഒരു മജീഷ്യൻ 4 സ്ഥലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഞാൻ ഈ സംസാരിക്കുമ്പോൾ
എൻ്റെ ഈ ഫിംഗേഴ്സ് എന്ത് ചെയ്യുന്നു നിങ്ങൾ അറിയുന്നില്ല. അതെ, അറിയുന്നില്ല. അതെ, അറിയുന്നില്ല. അതിലോരോ മാജിക്കുകൾ സംഭവിക്കുന്നുണ്ടാകാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിപ്പം ഐറ്റം ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ചിന്ത ആ കുട്ടി രക്ഷപ്പെടുവോ, അതിനെ ഹോസ്പിറ്റലിൽ എത്തിയോ ഇല്ലയോ എന്നുള്ളതാണ്. ഏതായാലും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുന്ന് മെസ്സേജ് കിട്ടി, കുറച്ച് കുഴപ്പമൊന്നുമില്ല, ഷീസ് ഓക്കെ. പിന്നെ ഒരാഴ്ചയോളം ആ ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷമാണ് കുട്ടി പിന്നെ വെളി വന്നത്. അതിൽ ഞങ്ങളങ്ങ് പോയി, ഞങ്ങൾ ഒരാളിനെ ആക്കി ഞങ്ങളങ്ങ് പോകുമായിരുന്നു. ഇതൊക്കെ സംഭവിക്കുന്നു. മാജിക്കിൽ അപകടം പതിയിരിപ്പുണ്ട്, പ്രത്യേകിച്ച് സാമ്രാജ്യൻ്റെ ഇതുപോലുള്ള ഐറ്റങ്ങൾ. തീർച്ചയായിട്ടും ഒരുപാട് വിശേഷങ്ങളും നമ്മൾ കണ്ടു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും സാമ്രാജ് സാറിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.